ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്ത് പോകില്ല കേട്ടോ. അതായത് അമ്പലക്കൊള്ള മറക്കാൻ, അമ്പലക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വ്യാജ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ ലൈംഗിക ആരോപണം കൊണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഞാനിനി ഇന്നത്തെ ഈ പത്രങ്ങളിലേക്ക് വരാം. ഒന്നാം പേജ്, മലയാള മനോരമയുടെ ഒന്നാം പേജ് കണ്ടോ. ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അറിവിന്റെ പൂരം ഇന്ന് കൊടിയിറങ്ങും എന്നുള്ളത് മലയാള മനോരമയുടെ ഒരു സാഹിത്യ സെമിനാറും കാര്യങ്ങളൊക്കെയാണ്. അതവിടെ കിടക്കട്ടെ. SIR വ്യക്തത വരുത്തി CEO, ഫോം ഒപ്പിട്ടാൽ കരട് പട്ടികയിൽ. അന്തിമ SIR പട്ടിക ഫെബ്രുവരി 7-ന്. വിവരങ്ങളിൽ കുറവുണ്ടെങ്കിൽ ഹിയറിംഗ്. SIR വളരെ സുഗമമായി SIR നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ്. പലപ്പോഴും നിങ്ങൾക്ക് അറിയാമോ, മലയാള മനോരമ SIR-നെതിരെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെതിരെ, വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ, ശുദ്ധീകരണത്തിനെതിരെ ഒരുപാട് വാർത്തകൾ കൊടുത്ത മലയാള മനോരമയാണ്. പക്ഷേ മലയാള മനോരമ ഒന്നാം പേജിൽ തന്നെ മെയിൻ സ്റ്റോറിയായി കൊടുത്തിരിക്കുന്നു. ഫോം ഒപ്പിട്ടാൽ കരട് പട്ടികയിൽ. ഫോമിൽ നിങ്ങൾ എഴുതിയത് തെറ്റാണെങ്കിലോ ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ആ ഫോമിൽ ഒരു ഒപ്പിട്ട് കൊടുത്താൽ തന്നെ കരട് പട്ടികയിൽ നിങ്ങളുടെ പേര് വരും എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രചരിപ്പിച്ചെന്തായിരുന്നു? ആ ഫോമില്, SIR-ന്റെ ഫോമില് എന്തെങ്കിലും തെറ്റ് വന്നാൽ പൂരിപ്പിക്കുന്നത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഒപ്പിട്ട്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒപ്പിട്ട് ആ കാര്യം ആ എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നിങ്ങൾ ഈ BLO-ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് കരട് വോട്ടർ പട്ടികയിൽ വരും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇല്ല. ഇത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ജീവനക്കാർ നടത്തുന്ന പരിപാടിയാണ് എന്നൊക്കെ ഞാൻ വളരെ കൃത്യമായി നേരത്തെ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യത്തിലേക്കും കടക്കുന്നില്ല. എന്തായാലും SIR വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പിന്നെയും ആഴ്ചകൾ, മാസങ്ങൾ ബാക്കിയുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പേര് ചേർക്കാം, വിട്ടുപോയവരൊക്കെ ചേർക്കാം, അതിലൊരു പ്രശ്നവുമില്ല. മാത്രമല്ല, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇതിൽ പേര് ചേർക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ, SIR-നെതിരെ ഉറഞ്ഞു തുള്ളുന്നവരുടെ വായടഞ്ഞിരിക്കുകയാണ്, അല്ലെ? നാവടഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വായടഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇതില് കാലത്തിൽ ജമീല അന്തരിച്ചെന്നുള്ള വാർത്ത ഒന്നാം പേജിൽ ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. രാഹുലിന്റെ വാർത്ത ഇങ്ങനെയാണ്: ജാമ്യാപേക്ഷ, രാഹുലിന്റെ വാദം ആയുധമാക്കാൻ പോലീസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ മീഡിയ മുഴുവൻ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് മാറ്റി നിർത്താം. അതായത് പത്രങ്ങൾ, ചാനലുകൾ എല്ലാം 99.99% ഇത് ആഘോഷിക്കുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അങ്ങനെയാണല്ലോ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞാൽ, പണ്ട് ദിലീപിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ദിലീപിന്റെ കേസ് വരാൻ പോകുന്നു കേട്ടോ. 8-ാം തീയതി ദിലീപിന്റെ കേസിലെ വിധി വരാൻ പോകുന്നു. അപ്പൊ നമുക്കറിയാം ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളെ നമ്മൾ നീതിപീഠം കാണുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ നമ്മൾ കാണുന്നത് എന്ന് 8-ാം തീയതി നമുക്കറിയാം. പൊതു മനസ്സിൽ, അല്ലെങ്കിൽ പൊതുബോധം ദിലീപിനെതിരാണ് എന്നുള്ളതൊക്കെ നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്താണ് കോടതി വിധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ ജാമ്യാപേക്ഷ, രാഹുലിന്റെ വാദം ആയുധമാക്കാൻ പോലീസ്, കൂടുതൽ രേഖകളുമായി രാഹുൽ കോടതിയിൽ, ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു രാഹുൽ വിരുദ്ധ വാർത്തയാണ് മലയാള മനോരമ ഒന്നാം പേജിൽ കൊടുത്തത്. ഇനി നമുക്ക് മാതൃഭൂമി നോക്കാം. മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് PF പെൻഷൻ കേന്ദ്ര നിർദ്ദേശം അട്ടിമറിച്ചു എന്നുള്ളതാണ്. അതവിടെ കിടക്കട്ടെ. കാനത്തിൽ ജമീല അന്തരിച്ചു. രാഹുലിന്റെ വാർത്ത ഇങ്ങനെയാണ്: ഒളിവിൽ തുടരുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. ഇതിൽ പറഞ്ഞത് ഹർജിയിൽ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തള്ളുന്ന മൊഴിയാണ് കഴിഞ്ഞ ദിവസം യുവതി നൽകിയിരുന്നത്. യുവതി വിവാഹിതയാണ് എന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദി താൻ അല്ലെന്നുമാണ് രാഹുൽ പറഞ്ഞത്. അങ്ങനെയുള്ള വാർത്തയാണ് ഈ മാതൃഭൂമിയുടെ ഒന്നാം പേജിലുള്ളത്. ഇനി മാധ്യമമാവട്ടെ, മാധ്യമത്തിന്റെ ഒന്നാം പേജിൽ രാഹുലിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ മൊഴി എന്നാണ്. രാഹുലിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ മൊഴി. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം അതിലൊക്കെ പറയുന്നുണ്ട് ഒഴിഞ്ഞ ശേഷം, ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്ന്. അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ കോമഡിയാണത്. ഒരു വിവാഹം ഒഴിയുക എന്നുള്ളത് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല കേട്ടോ, വിവാഹം ഒഴിയുക എന്നുള്ളത്. അപ്പൊ ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് എന്ന് പറഞ്ഞാൽ തനിക്ക് ഡിവേഴ്സ് കിട്ടി, താൻ വിവാഹമോചിതയാണ് എന്ന് നീതിപീഠത്തെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റില്ല. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പണിയാണ് പിണറായി വിജയന്റെ പോലീസ് ഈ യുവതിയെ ഉപയോഗിച്ച് നടത്തിയത്.
അപ്പോൾ അങ്ങനെയാണ് മാധ്യമത്തിലെ വാർത്ത. മാധ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് SIR ദന്തപ്പിൽ എന്ന് പറഞ്ഞാൽ SIR-നെതിരായ പതിവ് പോലെ മാധ്യമം SIR-നെതിരായ വാർത്ത കൊടുത്തിരിക്കുന്നു. ഇനി കേരളകൗമുദിയുടെ പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് എയർബസ് A320 സുരക്ഷാ ഭീഷണി എന്ന് പറയുന്ന വാർത്തയാണ്. വിമാനയാത്രക്കാരൊക്കെ കുടുങ്ങി, ഇന്ത്യയിൽ ബാധിച്ചത് 338 സർവീസുകളെ തുടങ്ങിയ വാർത്തകൾ ഇതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. തടി കാക്കാൻ രാഹുൽ എന്നാണ് യുവതിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി. ഇതാണ് കേരളകൗമുദി കുറേയും കൂടി ഒരു സത്യസന്ധമായി ഈ വാർത്തയെ സമീപിക്കുന്നുണ്ട്. കാരണം രാഹുൽ കഴിഞ്ഞ ദിവസം കുറെ ഡിജിറ്റൽ തെളിവുകൾ കോടതി മുമ്പിൽ ഹാജരാക്കി. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടാതെ കുറച്ച് ഡിജിറ്റൽ തെളിവുകൾ കൂടി തന്റെ വാദങ്ങൾക്ക് ഉപോത്ബലകമായിട്ട് അതിനെ സ്ഥിരീകരിക്കുന്ന കുറച്ച് ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കി. വളരെ കൃത്യമായിട്ടാണ് ഈ രാഹുലിന്റെ അഭിഭാഷകൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത് കേട്ടോ. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നമ്മുടെ ഏതോ ഒരു ചാനലിലെ മാധ്യമപ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലിനെ ചോദിക്കുകയാണ്, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതല്ലേ രാഹുൽ മാങ്കൂട്ടം എന്ന് ചോദിക്കുമ്പോൾ വക്കീല് വളരെ കൂളായിട്ട് പറയുന്നു, എന്ത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതാണ്, ആ ഗുളിക കഴിച്ചത് ആ സ്ത്രീ തന്നെയല്ലേ, ആ സ്ത്രീക്ക് ഇത്ര വിവരമില്ലാത്ത സ്ത്രീയാണോ, സ്ത്രീക്ക് ബോധവും വിവരവുമല്ലേ, സ്ത്രീക്ക് അറിയില്ലേ തന്റെ ഗർഭം അലസിപ്പിക്കാനുള്ള ഗുളികയാണെന്ന്, അത് അറിഞ്ഞുകൊണ്ടല്ലേ കഴിച്ചത്, ഇതിലെങ്ങനെയാണ് നിർബന്ധിതമാകുക എന്ന് ചോദിച്ചപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്, അത് ഭീഷണിയൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വക്കീൽ ചോദിക്കുന്നുണ്ട്, അതല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഇത്തരത്തിലുള്ള ഒരു ഗർഭ അലസിപ്പിക്കാനുള്ള ഗുളിക നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ കഴിക്കുമോ? ഇത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ കഴിക്കുമോ? ഇതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും നിങ്ങൾക്കറിയാം. നിങ്ങളെ ബലമായി പിടിച്ച് നിങ്ങളെ വായിലേക്ക് കുത്തിക്കയറ്റി വെള്ളമൊഴിച്ച് തരികയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ തരികയാണെങ്കിൽ നിങ്ങൾ കഴിക്കുമോ? അവിടെ ഉത്തരം മുട്ടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ രാഹുലിനെ കണ്ടത് വിവാഹം ഒഴിഞ്ഞ ശേഷം എന്ന യുവതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ യുവതിയുടെ കള്ളത്തരം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. യുവതിയെ ഉപയോഗിച്ച് രാഹുൽ വേട്ടയല്ല, ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരായ വേട്ട കൂടിയാണ് കേട്ടോ. കാരണം ഇവര് ലക്ഷ്യമിടുന്നത് രാഹുലിനെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലും രാഹുലും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിലെ ഏറ്റവും വളർന്നു വരുന്ന യുവ നേതാക്കൾക്കെതിരെ ഏറ്റവും തീപ്പൊരികളായ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ ത്രാണിയുള്ള ആ രീതിയിലുള്ള നട്ടലുള്ള ചങ്കുറപ്പുള്ള യുവ നേതാക്കളായ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലുള്ള കോൺഗ്രസിൽ വളർന്നു വരുന്ന യുവനിരയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, കോൺഗ്രസിനെ ആകെ പതറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് CPM ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ രംഗത്തിറക്കിയത് കേട്ടോ. പക്ഷേ ഇവിടെ ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതൊരവസരമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച കോൺഗ്രസിലെ കുറെ കടൽ കിഴവന്മാരുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഈ CPM-ലെ ഈ EP ജയരാജനെയും നമ്മുടെ ശിവൻകുട്ടിയൊക്കെ ഞാൻ ആദ്യം തന്നെ വിമർശിക്കുകയുണ്ടായി കേട്ടോ. പക്ഷേ രമേശ് ചെന്നിത്തല ഇതിന്റെ ഒക്കെ കടന്നുകൊണ്ട് ഈ ഒരു സ്ത്രീ മാത്രമല്ല, നിരവധി സ്ത്രീകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി എത്തിയതെന്ന് പറയുന്ന ആരാണെന്ന് അറിയോ? കോൺഗ്രസിന്റെ നേതാവാണ് പറയാ. ഇവിടെയാണ് കോൺഗ്രസ്സുകാർ CPM-കാരെ കണ്ടു പഠിക്കേണ്ടത് കേട്ടോ. CPM-നെ കണ്ടു പഠിക്കേണ്ടത്. തങ്ങളുടെ പാളയത്തിലുള്ളത് മുഴുവനും സ്ത്രീ പീഡകരാണെന്ന് പറയുമ്പോഴും ഇവർ ഒരു പ്രശ്നവുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവർ കൈ ചൂണ്ടുന്നത് അതിന്റെ അങ്ങപ്പുറത്തേക്കാണ്. 2 കാലിൽ മന്തുള്ള ആള്, 1 കാലിൽ മന്തുള്ള ആളെ മന്ദ എന്ന് വിളിക്കുന്ന ഒരു അത്തരത്തിൽപ്പെട്ട ഒരു കഥയൊക്കെ പറയാറുണ്ട് കേട്ടോ. അതേപോലെയാണ് CPM-കാർ ചെയ്യുന്നത്. കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് കൂട്ടത്തിലുള്ളവനെ വെട്ടാൻ ഇതൊരവസരമാക്കി കോൺഗ്രസ് സമീപിക്കുകയാണ്. ഞാൻ പല വീഡിയോയിൽ ഞാൻ പറയാറുള്ളത് പോലെ എന്നാലും കോൺഗ്രസ് തോൽക്കില്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സുകാർ പരസ്പരം തല്ലിയാലും, കോൺഗ്രസ്സുകാർ പരസ്പരം കുതികാൽ വെട്ടിയാലും, കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ബലിയാടാക്കിയാലും കോൺഗ്രസ് തോൽക്കില്ല. കാരണം ഇവിടത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് CPM-നെ ഒരിക്കലും അധികാരത്തിൽ കയറ്റരുത് എന്ന്. വീണ്ടും CPM-നെ കയറ്റരുത് എന്ന് ഇവിടത്തെ സാധാരണ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസിനെ അതല്ലെങ്കിൽ BJP-യെ അവരുടെ ചോയ്സ് 2 ഒന്നുകിൽ
ഒന്നുകിൽ UDF അല്ലെങ്കിൽ BJP, ഒരിക്കലും CPM അല്ല കേട്ടോ. അങ്ങനെ കേരള കൗമുദിയുടെ ആ വാർത്ത. ഇനി നമുക്ക് ദേശാഭിമാനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SIR വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന വികലം എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയ്ക്ക് നടക്കുന്ന, ഏതാണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ ഇവിടുത്തെ BLO ആയിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു, BLAമാരൊക്കെ സംസാരിച്ചിരുന്നു. ഒരു പ്രശ്നവുമില്ല. ഇവിടെ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ പരിചയമുള്ള പല BLOമാരും പറയുന്നത് ഏതാണ്ട് അവരുടെ വർക്ക് 99% തീർന്നു. 99% വർക്ക് പൂർത്തീകരിച്ചു. അവരുടെ ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു വാങ്ങലും അത് അപ്ലോഡിംഗ് ഒക്കെ ഏതാണ്ട് 99% കഴിഞ്ഞിരിക്കുന്നു. വളരെ സുഗമമായി പോവുകയാണ്. അപ്പോഴാണ് ഈ കള്ളന്മാർ പറയുന്നത് ഒരു പരിപാടി ഏതാണ്ട് ഒക്കെ തീർന്നു കഴിച്ചിട്ടാണ് നിർത്തിവെക്കണം എന്ന് പറയുന്നത്. നിർത്തിവെക്കണം. കാരണം ഇവരാകെ CPMകാരാകെ അങ്കലപ്പിലാണ് കേട്ടോ. കാരണം ഇവർ കാലാകാലങ്ങളായി ജയിച്ചു വന്നത് കള്ളവോട്ടിലാണ്. CPM ഇവിടെ ജയിച്ചു വന്നത്. മരിച്ചുപോയ ആൾക്കാരുടെ വോട്ടൊക്കെ ചെയ്യുക, ഇരട്ട വോട്ട് ചെയ്യുക, എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക. ഞാനത് വേറെ വീഡിയോ ചെയ്യാം. ഞാനത് പറയാൻ വളരെ ദൈർഘ്യമേറിയത് കൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണെന്നറിയോ? ഈ എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക, കൊല്ലുന്നു പറയുക, തലവെട്ടുന്നു പറയുക എന്ന് പറഞ്ഞാൽ ഭീഷണിയിലൂടെ കള്ളത്തരത്തിലൂടെ ഇത്തരത്തിൽപ്പെട്ട കള്ള വോട്ടിലൂടെ ഇങ്ങനെയൊക്കെയാണ് ഇത്രയും കാലം CPM അധികാരത്തിൽ വന്നു കേട്ടോ. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിലൂടെ CPMന് അവരുടെ പഴയ കളികൾ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ SIRനെതിരെ ഇവരിങ്ങനെ എന്താ പറയാ, കരച്ചിൽ എന്ന് പറയാ, കരയുകയാണ് SIRനെതിരെ. കാനത്തിൽ ജമീല അന്തരിച്ചെന്നുള്ള വാർത്ത അവിടെ കിടക്കുന്നു. LDF ഏറ്റുമുട്ടുന്നത് 2 വർഗീയ മുന്നണികളോട്. അങ്ങനെയാണ് തലക്കെട്ടെ. LDF ഏറ്റുമുട്ടുന്നത് 2 വർഗീയ മുന്നണികളോട്. വർഗീയതയോട് ഒരു തരത്തിലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത് ഏറ്റവും വലിയ തമാശയാണ്, അറിയാലോ. രാഹുലിന്റെ വാർത്ത ഇങ്ങനെ സിംഗിൾ കോടതിയിലാണ് കൊടുത്തത്. രാഹുൽ ഒളിവിൽ തന്നെ തിരച്ചിൽ ഊർജിതം എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അപ്പൊ ദേശാഭിമാനി ഈ എന്താ പറയാ, നമ്മളിങ്ങനെ വെടിമരുന്നിന് തീ കൊളുത്തിയിട്ട് ദേശാഭിമാനി ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പൊട്ടട്ടെ എന്ന് പറയുന്നത്. അവസാനം പൊട്ടി വരുമ്പോൾ മൂട് പൊട്ടുന്നത് CPMന് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇപ്പോഴിങ്ങനെ പഴയ പീഡന കഥകളൊക്കെ ഇങ്ങനെ പുറത്തു വരികയാണ്. ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് സരിതയെ കൊണ്ട് പറയിപ്പിച്ച CPMന്റെ കള്ളത്തരങ്ങളും പുറത്തു വരികയാണ്. അതേപോലെ തന്നെ യഥാർത്ഥ സ്ത്രീ പീഡകരെ ഉള്ളത് കോൺഗ്രസിലല്ല. യഥാർത്ഥ സ്ത്രീ പീഡകർ മുകേഷ് മുതൽ എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ കൈവിരലിൽ എണ്ണിയാലും തീരില്ല. PK ശശി, ശ്രീരാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ, ഐസക്ക്, പിന്നെ ആരാണ് പറയുന്നത്, പിന്നെ പേരെടുത്ത് പറഞ്ഞാൽ ഗണേഷ്, മുകേഷ്, പിന്നെ പറയുന്നില്ല കേട്ടോ. പിന്നെ ചില പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാർക്ക് അറിയാം. വേണ്ട, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.